സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുകയാണ്. ഇന്ന് ഉഷ്ണതരംഗ മുന്നറിയിപ്പില്ലെങ്കിലും താപനില മുന്നറിയിപ്പുണ്ട്. അടുത്ത 27-ാം തീയതിയോടെ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പുണ്ട്. ഉഷ്ണതരംഗ സാഹചര്യം വിലയിരുത്താൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം 11 മണിക്ക് ഓൺലൈനായാണ് ചേരുക. കൂടുതൽ വിവരങ്ങളുമായി എബി ചേരുന്നുണ്ട്. എബി, ഉഷ്ണതരംഗ മുന്നറിയിപ്പില്ല, അതേസമയം തന്നെ സംസ്ഥാനം അതീവ ജാഗ്രതയിൽ തന്നെയാണ്. മുഖ്യമന്ത്രി ഓൺലൈനായി യോഗം വിളിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉഷ്ണതരംഗം സാധ്യതയില്ലെങ്കിലും അതിശക്തമായിട്ടുള്ള ചൂട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും അധികം ചൂട് അനുഭവപ്പെടുക. പാലക്കാട് ജില്ലയിൽ ഇന്നലെ 40 ഡിഗ്രിക്ക് മുകളിലേക്ക് ചൂട് പോയിരുന്നു. ഇന്നത് ഇന്നലെ 41 ആയിരുന്നു. ഇന്ന് 40 ഡിഗ്രി ചൂട് ഇന്ന് അവിടെ അനുഭവപ്പെടുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഒപ്പം തന്നെ കൊല്ലം ജില്ലയിലും തൃശൂർ ജില്ലയിലും കോട്ടയം ജില്ലയിലും ശക്തമായിട്ടുള്ള ചൂടാണ് അനുഭവപ്പെടുക എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അതിശക്തമായിട്ടുള്ള ചൂട് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെയും അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. 38 ഡിഗ്രിക്ക് മുകളിലാണ് ഈ പ്രദേശങ്ങളെല്ലാം തന്നെ ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കഴിഞ്ഞ 2 ദിവസമായിരുന്നു ഉഷ്ണതരംഗത്തിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ആ നിലയ്ക്കുള്ള മുന്നറിയിപ്പില്ല എങ്കിൽ പോലും ശക്തമായിട്ടുള്ള ചൂട് ഈ ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ്. ഇതിനിടയിൽ ഉഷ്ണതരംഗ സാധ്യതകൾ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് വിലയിരുത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ഒരു ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി ഒപ്പം തന്നെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ തുടങ്ങിയവർക്ക് തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കും. ഓൺലൈനായിട്ടാണ് യോഗം നടക്കുക. 11 മണിയോടുകൂടി ഓൺലൈനായി ഈ യോഗം ചേരും. നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തും. ഇനി നടത്താനിരിക്കേണ്ട അല്ലെങ്കിൽ ഈ സാഹചര്യത്തെ എങ്ങനെയാണ് മറികടക്കേണ്ടത്, മുൻകരുതൽ ഏത് വിധേന എടുക്കണം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെയാവും ഈ യോഗത്തിൽ ചർച്ചയാവുക. എന്തായാലും അതിശക്തമായിട്ടുള്ള ചൂട് ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ വേനൽ മഴ അധികം താമസിയാതെ തന്നെ എത്തുമെന്നുള്ളൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കണം. 27-ാം തീയതിയോടുകൂടി വേനൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന അറിയിപ്പ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഈ ദിവസങ്ങൾ, അതായത് ഇന്നും നാളെയും ഒക്കെയായി തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നേരിയ മഴയ്ക്കുള്ള സാധ്യതയും കാണുന്നു. ഇടിയോടുകൂടിയ മഴയാണ്. അതുകൊണ്ട് തന്നെ അവിടെയും ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുണ്ട്. എബി, മറ്റൊരു കാര്യം, ഈ ചിറയൻകീഴ് പാമ്പ് കടിയേറ്റ് കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട് DMO ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുമല്ലോ. ഈ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നുള്ള ഒരു റിപ്പോർട്ടായിരുന്നു കഴിഞ്ഞ ദിവസം സൂപ്രണ്ടിൻ്റേതുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിക്കെതിരെ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടു. അവിടെ ആന്റിവനം ഉണ്ടായിട്ടും ആ കുഞ്ഞിനത് നൽകിയില്ല എന്നതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആരോപണമായി തന്നെ ഉയർന്നത്. കുടുംബമാണ് ഈ ആരോപണം പ്രധാനമായും ആദ്യഘട്ടത്തിൽ തന്നെ മുന്നോട്ട് വെക്കുന്ന സാഹചര്യം ഉണ്ടായത്. കുഞ്ഞിന്റെ പിതാവ് തന്നെ ഈ കാര്യം സൂചിപ്പിക്കുകയായിരുന്നു. അവിടെ ചെന്നതിന് ശേഷം ആശുപത്രി വേണ്ടത്ര രീതിയിലുള്ള പരിഗണന ആ കുഞ്ഞിന് നൽകിയില്ല. പാമ്പ് കടിയേറ്റാണ് ചെന്നത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ ആശുപത്രി എത്തേണ്ട സാഹചര്യം, അതിനെക്കുറിച്ച് പോലും ആശുപത്രി അധികൃതർക്ക് അതിനെക്കുറിച്ച് മനസ്സിലായില്ല എന്നുള്ളതാണ് കുടുംബം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. അതിനുശേഷം രക്തപരിശോധന ഉൾപ്പെടെ നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ പോലും ഇത് കണ്ടെത്താനോ തിരിച്ചറിയാനോ ആന്റിവനം നൽകാനോ അധികൃതർ തയ്യാറായില്ല എന്നുള്ളതായിരുന്നു. അതിനുശേഷം തുടർന്ന് ശക്തമായിട്ടുള്ള ഛർദി കുഞ്ഞിനുണ്ടായതിനു ശേഷം ആണ് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്നുള്ള നിർദ്ദേശമുണ്ടായത്. ഒരു റെഫറൻസ് മാത്രമാണ് ആശുപത്രിയിൽ നിന്നും ഉണ്ടായത് എന്നുള്ളത് മാത്രമാണ് കുടുംബം മുന്നോട്ട് വെച്ച ഒരു ആരോപണം എന്ന് പറയുന്നത്. അതിനുശേഷം ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ ആശുപത്രിക്ക് എതിരെ കാണുകയും ഉണ്ടായി. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ആരോപണം ആശുപത്രിക്കെതിരെ ഉയർന്ന പശ്ചാത്തലത്തിലാണ് DMO അടിയന്തരമായി തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ആ ഘട്ടത്തിൽ ആശുപത്രി ആദ്യം നൽകിയത് രക്തപരിശോധന നടത്തിയിരുന്നു. രക്തപരിശോധനയിൽ പോലും പാമ്പ് കടിയേറ്റതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആന്റിവനം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കൃത്യമായ രീതിയിൽ പാമ്പ് കടിയേറ്റിട്ടാണോ എന്നുള്ളതിനെ കുറിച്ച് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് അത് നൽകാതിരുന്നത് എന്നുള്ളൊരു വിശദീകരണമാണ് നൽകിയത്. പക്ഷേ ആ ഒരു വിശദീകരണം എന്തായാലും തൃപ്തികരമല്ല എന്നുള്ളതായിരുന്നു ആദ്യ നിലപാട്. എന്തായാലും ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്, അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആ റിപ്പോർട്ട് ഇന്ന് ആണ് സമർപ്പിക്കുക. ആശുപത്രിക്കെതിരെ അല്ലെങ്കിൽ സൂപ്രണ്ടിനെതിരെ നടപടി അതുമായി ബന്ധപ്പെട്ട നിലയിലായിരിക്കും. ആ റിപ്പോർട്ട് പരിഗണിച്ച ശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുക. ശരി, തിരുവനന്തപുരത്തുനിന്ന് എബിയാണ് വിവരങ്ങൾ നൽകിയത്.